ബഹുമാനപ്പെട്ട മന്നമ്പ്ര സൈദാലി മുസ്ലിയാർ, ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. മന്നമ്പ്ര താഴെ പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ എത്രയോ കാലമായി മുദരിസാണ്. ആ കാലത്ത് എൻ്റെ മൂത്ത ഒരു പെങ്ങളുണ്ടായിരുന്നു. ആ പെങ്ങളെ അന്ന് ഇങ്ങോട്ടാണ്, ഈ നന്നമ്പ്രയിലേക്കാണ് വിവാഹം ചെയ്ത് കെട്ടിച്ചയച്ചേ. അപ്പം അക്കാലത്ത് തന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വല്യാമ്പുറം സൈദാലി ഉസ്താദ് ഒരു വലിയ ആലിമാണ്, പഴയ ഉസ്താദുമാരും ഒക്കെ അവരുടെ വരാറുണ്ട് എന്നൊക്കെയുള്ള ഒരു കേട്ടുകേൾവി ഇങ്ങനെ കേട്ടിരുന്നു. പിന്നീട് ഞാൻ മുത്തഅല്ലിമൊക്കെയായി രംഗത്തൊക്കെ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ഈ സൈദാലി മുസ്ലിയാർ ഒരു സാധാരണ സൈദാലി മുസ്ലിയാരല്ല എന്ന് മനസ്സിലായത്. എവിടെയാണെങ്കിലും എന്ത് വിഷയത്തെപ്പറ്റി ചോദിച്ചാലും അത് സംബന്ധമായുള്ള പണ്ഡിതന്മാരുടെ ഫത്വകൾ അല്ലെങ്കിൽ പഴയ കിതാബിൻ്റെ കുറിപ്പുകൾ, അങ്ങനെ സാധാരണഗതിയിലൊന്നും കിട്ടാത്ത പലതും അവിടുന്ന് കിട്ടും. ഇത് മനസ്സിലായപ്പോൾ ഞാൻ ദൈവബന്ധിൽ പോയി വന്ന് ഒരു കൊല്ലം ചാപ്പനങ്ങാടിക്കടുത്ത് കൂരിയാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ചാപ്പനങ്ങാടി കൂരിയാട്, ആ കൂരിയാടായിരുന്നു ദർസ്. രണ്ടാം കൊല്ലം തലക്കടത്തൂർ വലിയ ജുമാഅത്ത് പള്ളിയിലേക്ക് ക്ഷണം വന്നു. ഞാൻ അവിടെ ദർസേറ്റു. അപ്പോൾ അവിടെ ഞാനന്ന് ചെറുപ്പക്കാരനാണ്, ദൈവം വന്നതിൻ്റെ രണ്ടാം കൊല്ലം അത്. അപ്പോൾ അവിടുത്തെ ഒന്നാം മുദരിസ് നെല്ലിക്കുത്ത് ബാപ്പുട്ടി മുസ്ലിയാരാണ്. അപ്പോഴേക്ക് പ്രായം കൂടിയ ആളാണ്. എനിക്കന്നൊരു 22 വയസ്സൊക്കെ കാണും. അപ്പം ഞാൻ അവിടെ ദർശനം നിൽക്കുമ്പോൾ ബാപ്പുട്ടി മുസ്ലിയാരാണ് ഇവിടുത്തെ ഒന്നാം മുദരിസ്. ഞാൻ രണ്ടാമത് ദിവസമായി നിൽക്കുന്നുവെങ്കിലും എൻ്റെ അടുത്താണെന്ന് സബക്കുകളൊക്കെ, കാരണം ബാപ്പുട്ടി മുസ്ലിയാർക്ക് സുഖമില്ല. അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ, കിതാബുകളൊക്കെ നിങ്ങൾ നടത്തണം എന്നോട് പറഞ്ഞു. ആയിക്കോട്ടെ, എന്നെക്കൊണ്ട് കഴിയുമ്പോൾ ഞാൻ ചെയ്യാം, ഏറ്റെടുത്തു. പിന്നെ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ തലക്കടത്തൂർ വലിയ ദർസ അതിൻ്റെ മുമ്പത്തെ കാലത്തൊക്കെ നടന്നത്. അതുപോലത്തെ ദർശനത്താൻ അത്ര അതിന് ബലപ്പെട്ട ആളല്ലല്ലോ ഞാൻ എന്ന നിലക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പിരിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഒന്നാമതൊരു ബാപ്പുട്ടി മുസ്ലിയാർ നല്ല മനുഷ്യനായിരുന്നു,
ഒരു സാഫായ മനസ്സിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, അതുകൊണ്ട് നിങ്ങൾ ദർസ് നടത്തിക്കൊള്ളി, ഇവിടെ തന്നെ ദർസ് നടത്തണം. അങ്ങനെ പറഞ്ഞ് ഒരു 10 കൊല്ലം ഞാനവിടെ ദർസ് നിന്നിട്ടുണ്ട്. ആ കാലത്ത് ഫിഖ്ഹിന്റെ കിതാബിൽ ഫത്ഹുൽ മുഈൻ, ആ ഫത്ഹുൽ മുഈൻ ഓതിക്കൊടുക്കാൻ വേണ്ടി എൻ്റെ ഉസ്താദ്, വന്നേരായ ഉസ്താദ്, കൂട്ടൂർ ഉസ്താദ് പറഞ്ഞു, കരിങ്കപ്പാറ ഉസ്താദ് എൻ്റെ ഭാര്യയുടെ ഉമ്മയുടെ ഉപ്പയാണ്. അപ്പോൾ കരിങ്കപ്പാറ ഉസ്താദ് ഒരു മുബാറക്കായ ഒരു ദർസിൻ്റെ ഒക്കെ ആളല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തോടൊന്ന് ഉപദേശം തേടി ഇജാസത്തൊക്കെ വാങ്ങിയിട്ട് ഓതിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വീകരിച്ചു. അങ്ങനെ ഞാൻ കരിങ്കപ്പാറ ഉസ്താദിനോട് പോയി പറഞ്ഞു ഈ സംഭവം. കോട്ടൂർ ഉസ്താദ് അയച്ച തന്നെ. അപ്പം ഇതെല്ലാം പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, കരിങ്കപ്പാറ ഉസ്താദ് പറഞ്ഞു, അപ്പം നിങ്ങൾക്ക് ഇവിടെ സുഖമാണ്, തലക്കെടുത്തൂരല്ലേ, തലക്കെടുത്തൂരിൻ്റെ അടുത്താണല്ലോ താന്നൂര്. അന്ന് താതൂര് കുളങ്ങര, വലിയ കുളങ്ങര പള്ളിയിൽ മുദരിസാണ് ബഹുമാനപ്പെട്ട പിന്നെ താന്നൂർ മൂന്ന് പേര് ഒരു ചങ്ങായന്മാരും വലിയ ഫുഖാക്കളുമാണ്. ബഹുമാനപ്പെട്ട സയ്യിദാലിം സ്ലേഹും. അതേപോലെ താന്നൂര് ഉള്ള മൂപ്പര രാജ്യം ഇവിടെ താന്നൂരിൻ്റെ അടുത്ത പ്രദേശമായ ഇവിടെ ഈ പ്രദേശത്തോട് മഷൂറായ ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ബീരാൻകുട്ടി മുസ്ലിയാർ. അപ്പം ആ ബീരാൻകുട്ടി മുസ്ലിയാർ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഒരാളും കൂടിയുണ്ട്. അവരൊക്കെ വലിയ ഫിഖ്ഹിൻ്റെ ആൾക്കാരാ. അപ്പം നിങ്ങൾക്ക് 3 ആൾ അടുപ്പുംകല്ല് പോലെ ഇങ്ങനെ ഉണ്ട് ഇവിടെ. 3 ആളും വലിയ തഹ്ഖീഖുള്ള മുഹഖ്ഖിഖീങ്ങളായ പഴയകാല ഫുഖഹാവിൻ്റെ ആ അവശിഷ്ടങ്ങളാണ് അവരൊക്കെ. ഇന്ന് ഫുഖഹാവ് എന്ന് പറയാൻ പറ്റുമല്ലോ, ആരുമില്ല എന്നൊക്കെ പറഞ്ഞു. അത് അൽഹംദുലില്ലാഹ് വലിയ കാര്യമായി. അപ്പോൾ എനിക്ക് സൗകര്യമാണ് തലക്കെടുത്തൂർ നീ സ്ഥലത്തൊക്കെ പോവാൻ. എന്ത് സംശയങ്ങൾ വന്നാലും അതൊക്കെ ചോദിക്കാൻ വേണ്ടി ഒരു പക്ഷേ കരിങ്കപ്പാറ ഉസ്താദിനടുത്ത് പോവും, അതല്ലെങ്കിൽ ബീരാൻകുട്ടി മുസ്ലിയാരടുത്ത് പോവും, ഇവരല്ലെങ്കിൽ സയ്യിദാലിം മുസ്ലിയാരടുത്ത് വരും. അതൊക്കെ മറുപടി കിട്ടും. എങ്ങനെ മറുപടി കിട്ടും? എന്ത് ചോദിച്ചാലും അത് ഇന്ന കിതാബിൽ ഇന്ന ബാബിൽ ഇന്നയിടത്ത് പറഞ്ഞിട്ടുണ്ടോ, അത്ര തഹ്ഖീഖായി പറഞ്ഞു തരും. ഞാനത് എൻ്റെ കീശയിൽ നിന്ന് ഒരു പെന്നും കടലാസ് കൊടുത്ത് കുറിപ്പ് ചെയ്ത് അവിടെ വെക്കും. പിന്നീട് ഞാൻ പോയിട്ടത് നോക്കി കണ്ടെത്തി ഇങ്ങനെ ആ മസാലകളൊക്കെ ഏറെക്കുറെ നമുക്ക് ആ കിതാബുകളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. കാണാത്ത ചിലതുണ്ട്, കിതാബിലൊന്നും കണ്ടില്ല.
എന്നാൽ പിന്നെ ഞാൻ വണ്ടൂർ സദഖത്തുൽ ഉസ്താദ് മുദ്രിസാണ് അന്ന്, അവിടെ പോകും. മൂപ്പർക്ക് എല്ലാം ബൈഹാർട്ടാണ്, ഹിഫ്ളിൽ ഇങ്ങനെ ഉണ്ടാവും ഒക്കെ, കിതാബൊന്നും നോക്കണ്ട. എന്നിട്ട് പിന്നെ ആ ഹിഫ്ളിലുള്ളത് മൂപ്പര് ഇന്ന സ്ഥലത്തുണ്ട് പറഞ്ഞു തരും. കിതാബ് കൊണ്ട് പറയുമ്പോഴാണ് നമുക്ക് ഒരു സംഗതി ഞാൻ ചോദിച്ചപ്പോൾ താരീഖുൽ ഉമമി വൽ മുലൂക്ക് എന്ന കിതാബിലുണ്ടെന്ന് പറഞ്ഞു. ഒരു ചരിത്രമാണ് ആ പറഞ്ഞത്. ഞാൻ ചോദിക്കാൻ കാരണം മരിച്ചവർക്ക് വേണ്ടി അന്നദാനം ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളെ പ്രസംഗിച്ചു. അപ്പം ആ കേട്ടങ്ങപ്പോൾ മുജാഹിദ് ജമാഅത്തൊക്കെ പറയുന്നതിന് കടക വിരുദ്ധമായി അവർക്ക് ഗണനമായിട്ടാണ് ഈ മുസ്ലിയാർ അത് പറഞ്ഞത്. വൈലത്തർ മുഹമ്മദ് മുസ്ലിയാർ അയാൾ പറഞ്ഞു എന്നല്ലാതെ ഏത് കിതാബിലുണ്ട് ആ ചരിത്രം ആര് അതൊന്നും പറയാതെ ഈ ചരിത്രം ഇങ്ങനെ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ആ ചരിത്രം കിട്ടിയപ്പോൾ ഈ ആരാണ് റിപ്പോർട്ട് ചെയ്തത്, ഈ ചരിത്രത്തിന് എത്ര കണ്ട് ശക്തി ഉണ്ട്, എന്തെങ്കിലും വാരി വെച്ച് എഴുതുന്ന വല്ല കിതാബുകളൊക്കെ ഉണ്ടാവും ചിലത്, അങ്ങനെ വല്ലതും ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പലരോടും ഞാൻ അങ്ങനെ ചോദിച്ചു നോക്കും. അപ്പം ചോദിച്ചു നോക്കുമ്പോൾ ചിലർ എങ്ങനെ കേട്ടിട്ടോ ആ ചരിത്രം, ഞാനത് കിതാബിലൂടെയും കണ്ടിട്ടില്ല, എങ്ങനെ പറയും. അപ്പം ഞാൻ വെറുതെ ഒരു ദിവസം സദഖത്തുൽ ഉസ്താദിനെ കണ്ടുമുട്ടിയപ്പോൾ ഈ സംഭവത്തെപ്പറ്റി ചോദിച്ചു. ആ അതുള്ള കഥ തന്നെയാണ്, ചരിത്രം ശരിയാണ്. അപ്പം എവിടുന്ന് നിങ്ങളെ കേട്ടു വെച്ചു എന്നോട്. അപ്പം ഞാൻ ഇയാളുടെ പ്രസംഗത്തിൽ കേട്ടതാ. ആ അത് കെട്ടുകഥയൊന്നുമല്ല, അത് ശരിയായ കഥയാണ്. അപ്പം എവിടെയുള്ളത് എന്ന് ചോദിച്ചു ഞാൻ. അപ്പം പറഞ്ഞത് പലതിലുണ്ട്. താരീഖുൽ ഉമമി വൽ മുലൂക്കിലാണ് അത് സവിസ്തരമായി ഉള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ താരീഖുൽ ഉമമി വൽ മുലൂക്ക് എന്ന് പറയുന്ന ആരുടെ കിതാബാ? അത് തൊബരിൻ്റെ കിതാബാ, താരീഖു തൊബരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ കിതാബ് എവിടുന്നാ കിട്ടുക വെച്ചാൽ, അപ്പം മൂപ്പർ നിൽക്കണ പള്ളി വണ്ടൂർ നമ്മളെ ഇവിടെ അത് 11 വാള്യുണ്ട്. അപ്പം ഈ കഥയിലുണ്ടിരിക്കില്ലേ, ആ കഥയിൽ കിട്ടും. അപ്പം മൂപ്പർ അവിടുന്ന് ഒരു മുത്താലിമിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ കിതാബ് കൊണ്ടുവരാൻ. അങ്ങനെ താരീഖുൽ ഉമമി വൽ മുലൂക്ക് എന്ന കിതാബ് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ശൈഖുന മൂപ്പര് വലിയ ആടല്ലേ, ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് തന്നെയും ഉസ്താദാണ്. അപ്പം ആ കിതാബ് എടുത്തു കൊടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നു, ഇതാണ്. അപ്പം എന്തിനും കിതാബിൽ നിന്ന് നേരെ കണ്ട് അത് മുമ്പർക്ക് ഓർമ്മ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു തരും. അപ്പം എനിക്ക് തോന്നി, നമ്മളീ പഠിച്ചത് മാത്രമല്ല, ഈ പഴയ കൂട്ടർ പഠിച്ചത് പഴയ കാലത്ത് അവർ ഉസ്താദുമാരൊക്കെ കണ്ണമാനം കിതാബ് നോക്കിയിട്ട് പറയണതാ. അപ്പം ഞാൻ എന്താക്കി, ഏത് കാര്യങ്ങളിലും സംശയം തീർക്കാൻ വേണ്ടി ഈ 3 ആളുകളുണ്ടല്ലോ, താന്നൂർ വീരാൻകുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ സൈദാലി മുസ്ലിയാർ, കരിങ്കമ്പാർ ഉസ്താദ്, ഈ 3 പേരെ ലാസിമാക്കി.
മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടേക്കൊക്കെ സദുക്വ മഹാനവരത്തും പോവും. അപ്പം ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് ഓരോ സംഗതി പഠിക്കുമ്പോഴാണ് അല്ലാ ഇവരൊക്കെ അധ്വാനിച്ച അധ്വാനം എത്രയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം അന്ന് ഇവരൊക്കെ പറയും പണ്ടത്തെ ഫിഖിൻ്റെ ഓത്തല്ല ഇപ്പോഴത്തെ ഓത്ത്. ഇപ്പം നേരെ വായിച്ചങ്ങനെ വിടല്ല. അപ്പം കരിങ്കപ്പാർ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഫത്തുൽമീന് ഒരു 5 കൊല്ലം വെച്ചുകൊണ്ട് ഓതി കൊടുക്കണം. ഞങ്ങളൊക്കെ 8 കൊല്ലം കൊണ്ടാണ് ഫത്തുൽമീൻ ഓതിയത്. 5 കൊല്ലത്തിൽ കുറച്ച് ഫത്തുൽമീൻ ഓതി കൊടുക്കൽ മുഹാലാണ്. അത്ര വലിയ സംഗതിയായിട്ട് അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഈ പറയപ്പെട്ട ആളുകളോടൊക്കെ ചോദിക്കാൻ പോകണം. അപ്പോഴാണ് അവർ പഠിച്ചതിൻ്റെ കോലവും ക്രമവും ഒക്കെ മനസ്സിലാവുക. കരിങ്കപ്പാർ ഉസ്താദ് പറയാണ്, ഞങ്ങളൊക്കെ ഫത്തുൽമീൻ തുടങ്ങിയപ്പോൾ അൽഫ്യ ഓതിന് ശേഷം, കാരണം അതിൻ്റെ മുമ്പൻ്റെ ഫത്തുൽമീൻ തുടങ്ങിയാൽ നഹബിൻ്റെ അടിസ്ഥാനത്തിൽ പല സംഗതിയും തഹക്കീക്കുകൾ പറയും. എന്താണ് ആ പറഞ്ഞത് മനസ്സിലാവില്ല. അപ്പം അതൊക്കെ മനസ്സിലാണെങ്കിൽ ഓതിക്കൊടുക്കാൻ കുട്ടികൾക്കും ഒരു പിടിപാട് വേണം. എന്നിട്ട് ബഹുമാനപ്പെട്ട കരിങ്കപ്പ ഉസ്താദ് പറഞ്ഞു, ഞങ്ങളെ ഉസ്താദ് പറഞ്ഞ് അത് ഇരുമാലശ്ശേരി വലിയ കുഞ്ഞായ മൗലവിയുടെ ആളാണ് അവരെ ഉസ്താദ്. ഈ 3 പേരും അവരെ കരുത്തുനിന്നാണ് കിതാബ് അത് ഓതിയത്. താന്നൂറുണ്ടായിരുന്ന ഒരു കോളേജ് ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അവിടുന്ന് ഓതിയ കൂട്ടരാണ്. അന്ന് പാങ്ങുകാരനൊക്കെ അവിടെ മുദരിസായുണ്ട്. ആ കാലത്ത് അവിടുന്ന് അവിടുത്തെ ഒരു 2ാം മുദരിസായിരുന്നു ഈ ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം വലിയ അക്കാലത്ത് അയലുമുണ്ടായിരുന്നല്ല. വലിയ ഫക്കീഹുമായിരുന്നു പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ. പുതിയാപ്പിള അബ്ദുറഹ്മാൻ മൗലവി ശിഷ്യനാണ് ഞാനിപ്പോൾ പറഞ്ഞ കുഞ്ഞഹമ്മദ് മൗലവി. ആ കുഞ്ഞഹമ്മദ് മൗലവി ഓതിയ ആൾക്കാർ അവർ 3 ആളും. കരിങ്കപ്പാറയും എൻ്റെ ഉസ്താദായ ഈ എന്താണ് കരിങ്കപ്പാറല്ല, അദ്ദേഹത്തിൻ്റെ ആദ്യം പറഞ്ഞാളുടെ നേരെ ശിഷ്യനാണ് ഇരുമ്പാലശ്ശേരി കുഞ്ഞായ മൗലവി. ആ കുഞ്ഞായ മൗലവി ഇവിടെ ദർസ് നടത്തുമ്പോൾ അന്ന് അവിടെ ഓതിയുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞവരൊക്കെ. ബഹുമാനപ്പെട്ട താന്നൂർ ബിരാൻകുട്ടി മുസ്ലിയാരും അതേപോലെ തന്നെ കരിങ്കപ്പാർ ഉസ്താദും ബഹുമാനപ്പെട്ട നന്നബ്ര സൈദായാലും ശരി. അപ്പോൾ അവർക്കോ നല്ല ബഹ്റായ ആളുകളല്ലേ. അപ്പം ഈ 3 പേരെയും അവരിൽ നിന്നൊക്കെ പഠിച്ച ആളുകൾ അക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നൊക്കെ അവരൊക്കെ മരിച്ചുപോയില്ലേ. നമ്മളുടെ കാലമായപ്പോൾ അവരൊക്കെ മരിച്ചുപോയി. അവരിൽ നിന്ന് നേരിട്ട് ശിഷ്യത്വം കുട്ടികളെ അടക്കം നമുക്ക് നേരെ കിട്ടിയില്ല. ഏതായിരുന്നാലും ഇവരൊക്കെ ആ സമാനിലെ അവസാനത്തെ ആളുകളെന്ന് വേണമെങ്കിൽ പറയാൻ. അത്ര കഴിവുള്ള ആളുകളാണ്. ഏത് വിഷയം ചോദിച്ചാൽ ചെന്നാലും അതിൻ്റെ മുരട് വരെ അവർ പറഞ്ഞു തരും.
അപ്പം അന്ന് ഈ പറഞ്ഞ 3 ഉലമാവിൻ്റെ അടുത്തും ഷെയ്ഖുൽ ഒക്കെ പോയി ഓരോ വിവരങ്ങളൊക്കെ അവർ പറയുമ്പോൾ അത് കോട്ടൂർ സാഹിനോട് ഞാൻ പിന്നെ പങ്കുവെക്കും. ഞാൻ ഇങ്ങനെ അവിടെ പോയി അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അതാണ് ഫിക്ക്. അവർ ഫിക്ക് കൊണ്ട് പറഞ്ഞ നക്കലാണ് അവർ പറയുന്നത്. ഒരാൾ ബുദ്ധിപരമായി പറയുന്നു ഫിക്കാവൂല. ഫിക്ക് എന്ന് പറഞ്ഞാൽ ഫുഖാഹ് മുൻകാലത്ത് പറഞ്ഞത് അവരെ കിതാബുകൾ എഴുതി വെച്ചത് നേരിട്ട് കണ്ടും അതൊക്കെ കണ്ടവരായ ഉസ്താദുമാരിൽ നിന്ന് കേട്ടും പഠിച്ചതാണ് ഫിക്ക്. അതാണ് നമ്മൾ ഫിക്കിന് മസലക്ക് വന്നാൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് കാര്യമില്ല. അതിങ്ങനെ അറിഞ്ഞെങ്കിലേ അതിൻ്റെ അഡ്രസ്സോടുകൂടി കിട്ടുകയുള്ളൂ എന്ന് എൻ്റെ ഉസ്താദ് എപ്പോഴും പറയും, കോട്ടൂർ ഉസ്താദ്. അപ്പം പഴയ ഉലമാവിൻ്റെ ആ ഇൽമുണ്ടല്ലോ, കാന അസഹ ഇൽമമന്ത കദ്ദമ, മുൻകാലത്തുള്ള ഇൽമ തന്നെയാണ് എപ്പോഴും ഫലവത്തായത്, ബലമുള്ളത്. അങ്ങനത്തെ ഉലമാവിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഉസ്താദ്. ആളുകൾക്ക് അറിയില്ലല്ലോ, ഒരു സാധാരണക്കാരൻ മൂലയിട്ടേക്കണൊക്കെ ഉള്ളൂ. അല്ല, വിശാലമായ അറിവിൻ്റെ ഉടമകളും ഏത് കിതാബിൽ എവിടെ പറഞ്ഞു അതൊക്കെ അവർക്ക് ഇരിക്കണ ഇരുത്തെന്ന് പറയാൻ കഴിയും. ഇന്ന കിതാബില്ല, ഇന്ന സ്ഥലത്താണ് അത് പറഞ്ഞത് എന്നെങ്ങനെ അത് സംബന്ധമായി പറയുമ്പോൾ എത്ര എളുപ്പം. ഞാനൊരു മസല ചോദിച്ച് പലരോടും ചോദിച്ചു. അപ്പോൾ ആ മസലിനെ ഒരു തഹക്കീക്കായിട്ട് കിട്ടണില്ല. അപ്പം ഞാൻ സയ്യിദ് അലി ഉസ്താദിൻ്റെ ഇതിനായിട്ട് വന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു പെരയിൽ തന്നെ പോയി ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഇന്ന കിതാബിലുണ്ട്. അപ്പോൾ ഈ കിതാബിൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ കിതാബുൽ ബയ്യയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഞാൻ പറഞ്ഞു, ബയ്യയിൻ്റെ ബാബിൽ എങ്ങനെ ഇപ്പം ഇത് വരിക ഈ മസല? ഇപ്പം അവരുടെ ഓരോരോ ബയ്യൻ്റെ ബാബിൽ വരാൻ കാരണം ഫസാദായ ബയ്യനെ പറ്റി പറഞ്ഞിടത്ത് ഒരു മസല ബയ്യയിൽ വരുന്ന ചില സൂത്തുകൾ, ചില നിബന്ധന വെച്ചാൽ ബൈ ഫസാദാവും. ഇത് ബൈ പെട്ടാണ് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട ഇബ്നു തങ്ങളുടെ ഫത്താവയിൽ കിതാബു സുൽഹ് അതിൽ നോക്കിയപ്പോൾ കണ്ടു. അപ്പം ഞാൻ ഇവിടെ വന്നു സയ്യിദ് അലിസ്ലാൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ബയ്യൻ്റെ ബാബിനെ കണ്ടില്ല. പിന്നെപ്പോൾ അത് കണ്ടത് ഇങ്ങനെ കണ്ടത്. അപ്പോൾ പറഞ്ഞാൽ അത് അതിൽ ബന്ധമുണ്ട്, മുനാസബത്തുണ്ട്. കാരണം ഈ ബയ്യ ഫസാദായതാണ് അപ്പോൾ ഇതിന് കാരണം. ആ ബയ്യ മുഹറമായ ബയ്യയിൽപ്പെട്ടതാകാൻ കാരണം ഫസാദാണ്. ഫസാദ് വന്നത് ഇന്ന കാരണം കൊണ്ടാണ്, ആ ഷർത്ത് വെച്ച കാരണം കൊണ്ടാണ് ഫസാദ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിൻ്റെ വിശദമായി പറഞ്ഞെന്ന് പിന്നെ ഞാൻ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കണ്ടു. അപ്പം ഇതാണ് അവരുടെയൊക്കെ രീതി. ഒന്നും ഒരു അനുമാനത്തിൻ്റെ മേലങ്ങനെ പോവില്ല. പഠിച്ച് അവർ കിതാബിൽ നിന്ന് കണ്ട്
എന്നിട്ടേ അവർ എന്ത് ചെയ്യുള്ളൂ, കണ്ടതുപോലെ എഴുതൂല. കണ്ടത് തന്നെ എഴുതുന്നിടത്തവർ സംശയം തീർക്കാൻ വേണ്ടി നമ്മൾ കണ്ടാലും അത് ഒന്നുകൂടി നമ്മളെ കാണാൻ വിവരമുള്ളവരോട് ചോദിക്കണം എന്നാണ് അവരുടെ നിയമം. അല്ലെങ്കിൽ ആ പറഞ്ഞത് ഫിഖ്ഹിനോട് ഒക്കൂല. അങ്ങനെ പറഞ്ഞ് എല്ലാ സംഗതിയിലും നമുക്ക് മാതൃകായോഗ്യരാകുന്ന ആലിമ്യങ്ങൾ ഇപ്പൊക്കെ ഇല്ലാതെ പോയെന്ന് പറയാം. പണ്ടുണ്ടായിരുന്നവർ ഇങ്ങനത്തെ എവിടെയെങ്കിലും അപൂർവമായി ഉണ്ടാക്കുന്നവരാ. അവരാണ് നമ്മളിങ്ങനെ കണ്ട് ചോദിച്ച് അവരിന്ന് കിട്ടിയാൽ നമുക്കത് ഉറപ്പായി. അപ്പം ഒന്നും കോട്ടൂർ സാഹിബ് പറയും, ഫിഖ് നല്ലോണം പഠിച്ച ആലിമ്യങ്ങളോട് പോയി ചോദിച്ചെങ്കിലേ അതിനെ കൃത്യമായി അറിയുള്ളൂ. അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞവരോടും ചോദിക്കാൻ പറ്റൂല. അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം നേരത്തെ കിതാബുകളിൽ പലതിൽ നിന്നും കണ്ടു പഠിച്ച ആൾക്കാരുണ്ട്, പഴയ ആൾക്കാർ. അപ്പം ആ കൂട്ടത്തിൽ ഉദാഹരണം പറയും, ഇവരൊക്കെ അങ്ങനെ പഠിച്ചതാ. അതുകൊണ്ട് അവരോടൊക്കെ ചോദിച്ച് നമ്മൾക്ക് ഒരു ഉറപ്പ് തോന്നുന്നുണ്ടായാലും ഒന്നുകൂടി അത് അവരോട് ചോദിച്ച് സംശയം ഒന്നുകൂടി തീർക്കണം. അവരൊക്കെയാണ് അതൊക്കെ പഠിച്ചവർ എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ സംഗതിയാണ്. ഞാൻ ഓർമ്മയിൽ നിന്ന് ചില സംഗതി പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാനും ഒരുപാട് സംഗതികൾക്ക് 1, 2, 10, 100 അല്ല, ഓരോ വിഷയത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നു. ഇവിടെ വെന്നൂരും പോയിരുന്നു. പലപ്പോഴും പലയിടത്തും മോനെ പോകാറുണ്ട്. കണ്ടിടത്തുനിന്നൊക്കെ ചോദിക്കണതിന് മുമ്പ് പ്രശ്നമില്ല. ഇൽമിൻ്റെ കാര്യത്തിൽ ചർച്ചകളൊക്കെ നടത്തുന്നതിന് ഒരു പ്രയാസമില്ല. അങ്ങനത്തെ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ആലിം ഉസ്താദ്. അല്ലാഹു തആല അവരെയും നമ്മളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ പോയ ആ റൂട്ടിലും ആ വഴിയിലും പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആർക്കണം എന്ന വസിയത്തോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.